എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി എന്തിനായിരുന്നു ഞാൻ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ പടച്ചവൻ എൻ്റെ കൂടെ നിന്നു. ഒരു കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ അദ്ദേഹം ഞാനൊരു പരിപാടിയിൽ ഇതേ പാട്ട് എൻ്റെ മുമ്പിൽ വെച്ച് പഴയതിനേക്കാൾ കുളമാക്കി അദ്ദേഹം പാടി. എന്നോട് ഇപ്പം എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി, നിങ്ങൾ ഇങ്ങനെയൊക്കെ പാടൂലേ? ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കവികളും പാട്ടുകാരൊക്കെ പരസ്പരം സുഖിപ്പിച്ച് വല്ലാത്തൊരവസ്ഥയുള്ള കാലമാണ്. നമ്മൾ ഒന്നിനെയും വിമർശിക്കുകയല്ല, പേടിയാണ് നമുക്ക്. കാടായിക്കൽ മൊയ്തീൻകുട്ടി ഹാജി നിങ്ങളെ തിരൂരിൻ്റെ അടുത്തുള്ള ആളാണ്. അദ്ദേഹം ജയിലിൽ പോയ ആളാണ്. പാട്ട് എഴുതിയിട്ട് ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമ കിരീടരാകിയ 313 മുർസലീങ്ങളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കള മുഹിയുദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വെളുത്തിടും സങ്കട മുക്ക് നിവൃത്തി മാങ്ങളെ. ജയിലിന് സങ്കടം പറഞ്ഞു. കുതുബുശുഹദാക്കളിലും വന്താർ ബദറിൽ പടവെട്ടി ജയിച്ചവർ പോരിശ. ജയിൽ അനുഭവങ്ങളാണ്. ശിക്ഷ വിലങ്ങി ചെന്ന വിടുത്തിത്താര ഉങ്കള പേര് വെളുത്ത് മലങ്ങവൻ എൻ വിളി കേളും അവർക്ക് ജയിലിൽ പോയാൽ നാളെ പാട്ട് ചെയ്തിട്ട് ജയിലിൽ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ബാബരി മസ്ജിദിന്റെ പതനത്തെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഞാൻ ഗാന്ധിജിയുടെ വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണെന്നാണ് മുൻ രാഷ്ട്രപതി KR നാരായണൻ പറഞ്ഞത്. ഈ സംഭവത്തെ കുറിച്ച് ആരെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടോ? മര്യാദയ്ക്ക് ഒരു പാട്ട് ഞാൻ എഴുതിയെന്നൊക്കെ നിങ്ങൾ പലതും പറയും. എന്റെ പാട്ട് നിങ്ങൾ കേട്ടു, നാളെ തന്നെ എനിക്ക് അയച്ചും തരും. അതല്ല, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാട്ട്. ഇവിടെ 2018-ലും 2019-ലും വെള്ളപ്പൊക്കം ഉണ്ടായില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള പാട്ടിന്റെ ചർച്ചയിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഡോക്ടർ യാസർ അറഫാത്ത് ലേഖനം എഴുതി. പുലിക്കോട്ടിൽ ഹൈദർ 964-ലെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പാട്ട് എഴുതി. നമ്മൾ ആരോ കേട്ടു 964 സ്കൂളിൽ പഠിച്ചു വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ പാട്ട് എഴുതിയപ്പോൾ മനസ്സിലായത് 924-ലെ വെള്ളപ്പൊക്കം ഉണ്ടായി. കൊല്ലം ഒരു 136 ഇതിൽ വെള്ളപ്പൊക്കം കൊണ്ടുള്ള ആപത്ത് പിണഞ്ഞല്ലോ വളരെ ഈ കാലത്ത്. പുലിക്കോട്ടിൽ എഴുതി. മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് വെള്ളപ്പൊക്ക മാല എഴുതി. തൂഫാൻ മാല എന്ന് 905-ലെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് 924 വെളുത്തേടത്ത് അഹമ്മദ് ഒരു പാട്ട് എഴുതി. ഇതൊക്കെ ചരിത്രമായി. നമ്മുടെ ഇടയിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇവിടെ ആരാണ് പാട്ടാക്കുന്നത്? ഉണ്ടാക്കിയ പാട്ട് എങ്ങനെയാണ്? ഞാൻ ഈ പൗരത്വ ഭേദഗതി വിഷയം സജീവമായപ്പോൾ പാട്ടിൻ്റെ ഒരു പ്രളയമാണ് ഈ യൂട്യൂബിലൊക്കെ. അള്ളാഹ് ആ പാട്ടിന് രക്ഷപ്പെടുത്തിയിട്ട് കൊറോണ കൊണ്ടുവന്ന് ഞാൻ വിചാരിക്കുക. പിന്നെ കൊറോണയെ പറ്റിയ ഒരു പാട്ട്, നിലവാരമുള്ള പാട്ടുണ്ട് എന്നുള്ളത് ഉണ്ട്. പഴയ ആളുകളുടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ തരത്തിലേക്കാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. സ്ത്രീധന സമ്പ്രദായം വലിയ വിഷയമായ കാലത്തല്ലേ ഇപ്പോൾ നമ്മുടെ സത്താർക്ക് പാടിയത്? പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ, പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പ് കരുതിക്കോ, ഉന്നത തറവാട്ടുകാരനെന്ന സമ്മതി നേടിക്കോ, ഒന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാഞ്ഞാൽ വാപ്പുള്ളി ഓർമ്മ എഴുതിയ പെൺമക്കളെ കെട്ടുകയില്ല ഇക്കാലത്ത്, പുരുഷന്മാരെ ചന്തയിലേവൻ കാലി കച്ചവടം പോൽ വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിൽ തന്നെ കരകേറ്റിത്തരണം പടച്ചോനെ, എന്റെ കരളിൽ കാനിയായ പൂമോളെ കെട്ടിക്കാൻ വഴി കാണുന്നില്ല റഹ്മാനെ. പാട്ടുണ്ടായിരുന്നു. കോടഞ്ചേരി മരക്കാർ മുസ്ലിയാർ എന്നൊരു പണ്ഡിതൻ ദുരാചാരമാല എന്നൊരു പുസ്തകം എഴുതി. അക്കാലത്ത് മനുഷ്യരുടെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്. പുലിക്കോട്ടിൽ ഹൈദർ എഴുതി ദുരാചാരമാല. കലിയുഗം പാട്ടെഴുതി. നമ്മളിൽ ആരാ ചെയ്യുന്നത്? നന്നായി നന്നായി എന്ന് പറയല്ലാതെ നമുക്ക് ലൈക്കും വ്യൂസും മാത്രം മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഗൗരവമായി ഇതിനെ സമീപിക്കുക. നമ്മുടെ മുമ്പിൽ വലിയ സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കുക. വരുമാനം പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയല്ല. നമ്മൾ മദ്രസയെ പഠിക്കുമ്പോൾ ഇസ്ലാം കാര്യം 5 അവകളറിയൽ ഫർളാണ് എന്ന പാട്ട് പാടിയ ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ പാട്ട് തികച്ച് പൂർത്തിയായില്ല, ബേജാറായി ഇറങ്ങിപ്പോയി. എനിക്ക് സോപ്പ് പെട്ടി സമ്മാനം കിട്ടി. സോപ്പിടാതെ ആ സോപ്പ് പെട്ടി ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട് ജീവിതത്തിൽ, സോപ്പിടാതെ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് പാട്ട് പാടിയാൽ 75 ലക്ഷം രൂപയ്ക്ക് ഞാൻ 4 തവണ വിധികർത്താവായിട്ടുണ്ട്. ഈ കുട്ടികളെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്. പ്രലോഭിപ്പിക്കുകയല്ല. നാളെ 75 ലക്ഷം എവിടെ ചോദിച്ചു എൻ്റെ അടുത്തേക്ക് വരുമൊന്നും വേണ്ട. വലിയ സാധ്യതകളുള്ള കാലത്താണ്. വീട്ടിൽ നിന്ന് തന്നെ പാട്ട് പാടാം. നമ്മൾ ആരാണ് ഗൗരവമായ ഒരു പാട്ട് പാടിയത്? വൈദ്യരുടെ ചരിത്രമൊക്കെ ആരാ നമ്മോട് പറഞ്ഞത്? അതുകൊണ്ട് ഈ സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കണം.
നബിദിന ഗാനങ്ങൾ പോലും ടപ്പാങ്കുത്ത് പാട്ടിന്റെ സ്റ്റൈലാണ് അപ്പം ഉണ്ടാവുക. ഒരു നബിദിന ഗാനം നമ്മുടെ ഉസ്താദുമാർ പോലും അതിൽ പ്രതികളാ. സാധുക്കളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മദ്രസ ഉസ്താദുമാരൊക്കെ ഈ സിനിമാ പാട്ടിന്റെ ട്യൂണിലാണ് പാട്ട് എഴുതി. എന്തിനാ അതിൻ്റെ ആവശ്യം? നമുക്കൊരു സംസ്കാരമില്ലേ? നമുക്ക് സ്വന്തമായ ഒരു ഈണമില്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഇതിന്റെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രം പറയാണ്. ഒറ്റക്കാരോട് പറയാം, ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാനാവാത്ത വിധമുള്ളതായല്ല ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ഈ പാട്ട് ഒരു റിയാലിറ്റി ഷോയിൽ കേട്ടിട്ട് 60 മില്യൺ ആളാ കണ്ട. 60 മില്യൺ ആൾ എത്ര കണ്ട എത്ര ഉറുപ്പ്യ കിട്ടുമെന്ന് ഈ ക്യാമറക്കാരോട് ചോദിച്ചാൽ മതി. 60 മില്യൺ ആളുകൾ. കേരളത്തിൽ 3.5 കോടി മനുഷ്യന്മാരേ ഉള്ളൂ. 6 കോടി മനുഷ്യന്മാരാ പാട്ട്. അതൊരു മാപ്പിളപ്പാട്ട് കേൾക്കുന്ന 50 ലക്ഷം ആളുണ്ടാവില്ല. 6 കോടി മാപ്പിളപ്പാട്ട് കേൾക്കുകയാണ്. മാണിക്യാമലരായ ഭൂമി എന്ന പാട്ട് 100 മില്യൺ ആൾ കണ്ടിട്ടുണ്ട്. ഒരു സെന്റർ ആള് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആരാലും മനസ്സിലുള്ള പാട്ട് എഴുതിയ ആളെ കിട്ടണം, ഞങ്ങൾക്ക് ആ പാട്ട് റൈറ്റ് വേണം. ഞാൻ വിചാരിച്ചു ഈ പാട്ട് കൊണ്ട് ഇനി എന്ത് പൈസ ഉണ്ടാക്കാനാ? ഞാൻ കണ്ണൂർ ചെന്ന് ഈ മനുഷ്യനെ തേടിപ്പോയി. ഈ PK കുട്ടിയാരി എന്ന് പറഞ്ഞ ആൾ അത് എഴുതിയത് 20 കൊല്ലം മുമ്പ് മരിച്ചുപോയി അദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി റോണിൽ അദ്ദേഹം എഴുതിയ പാട്ടാ. ഞാൻ അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തെ ഭാര്യയെ കണ്ടു. ഒരു പാവപ്പെട്ട സ്ത്രീ. ഇവർക്ക് അറിയില്ല ഇയാൾ ഇങ്ങനെയൊക്കെ പാട്ട് എഴുതി. ഇദ്ദേഹത്തിന്റെ പാട്ട് 60 മില്യൺ ആളുകൾ കണ്ട അറിയില്ല. ഞാൻ അവർക്ക് സാമ്പത്തിക സൗകര്യം ചെയ്തു കൊടുത്തു. എൻ്റെ കൂടെ വന്ന ആള് ഒരുപാട് പൈസ കൊടുത്തു, എൻ്റെ റൈറ്റൊക്കെ വാങ്ങി. പിന്നെ കണ്ടുക ഒരു സിനിമയിൽ ഈ പാട്ട്, പിന്നെ അതുണ്ട് 80 മില്യൺ ആളുകൾ കാണുന്നു. ഇത്രയും സാധ്യതകളുണ്ട് നമുക്ക് സ്വന്തമായി. നമ്മുടെയൊക്കെ നമ്മുടെ ചിട്ടവട്ടങ്ങളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലും നമ്മുടെ സംസ്കാരത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പാട്ട് എഴുതിയാൽ, അത് അവതരിപ്പിച്ചാൽ കാണാനും കേൾക്കാനും ഇവിടെയുണ്ട്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ പാലപ്പെട്ടിയില്ലേ, അല്ലേ? ബദർ നമ്മുടെ സദറിലാദ്യം നടക്കണം, ആ ബഹർ നീന്തിക്കരക്ക് കടക്കണം. വലിയ ആശയങ്ങൾ നമ്മോട് പറഞ്ഞ ആളാണ്. മരിക്കുവാൻ എന്താണ് പേടി, മുമ്പും മരിച്ചതല്ലേ ജനകോടി. അദ്ദേഹം അതൊക്കെ പാടും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിന്തിപ്പിക്കുന്ന പാട്ടുകൾ എഴുതിയിട്ട് അതൊക്കെ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല. ചർച്ചകളൊക്കെ നല്ലതാണ്. ഇതിന് മുതിർന്ന പാട്ടിനെ കുറിച്ചൊരു ചർച്ച സംഘടിപ്പിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രശ്നങ്ങൾ ഗൗരവമായി കാണാൻ, സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ, മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കും. PT അബ്ദുറഹ്മാൻ എഴുതിയ ഇതൊക്കെ ഇന്ന് ആ പാട്ട് പാടുന്നല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ചിന്തിപ്പിക്കുന്ന പാലപ്പെട്ടി ഉസ്താദൊക്കെ എഴുതിയ പാട്ടുകൾ പോലെയുള്ള പാട്ടുകളായിരുന്നു വേണ്ടത്. അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പറയും. മനുഷ്യന്റെ ഉള്ളിലേക്ക് പാട്ട് തണം. പട്ടാപ്പകൾ ചൂട്ടും പിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവാകെ ചുറ്റി നടന്നിട്ടും മനുഷ്യനെ കണ്ടില്ല എന്ന് KV അബൂബക്കർ ഉസ്താദ് പൊന്നാനിയിൽ നിന്ന് എഴുതിയത് അദ്ദേഹം പട്ടാപ്പകൾ ചൂട്ടും പിന്നിക്കാൻ അദ്ദേഹത്തിന് അസുഖമുള്ളത് കൊണ്ടല്ല. ഒരു മനുഷ്യനെ മാനുഷിക മൂല്യമുള്ള, മാനവികതയുള്ള, കാരുണ്യമുള്ള മനുഷ്യനായി കാണുന്ന ഒരാളെ കാണുന്നില്ല എന്ന് സങ്കടം പറയാണ്. അതുകൊണ്ട് പാട്ടുകൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനെയൊക്കെ സഹായിക്കാൻ ഇത്തരം ചർച്ചകൾ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങൾ വല്ലതും എൻ്റെ പ്രസംഗത്തിൽ വന്നു പോയെങ്കിൽ അത് ഈ ഒരു വലിയ കർമ്മങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട പൂർവ്വസുരികളായ ആളുകളുടെ കർമ്മഫലമാണ്, പുണ്യമാണ്. അബദ്ധം എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വന്നു പോയെങ്കിൽ അത് എൻ്റേത് മാത്രമാണ്, പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ട് പരിപാടിക്ക് ക്ഷണിച്ച് ഒരിക്കൽ കൂടി കടപ്പാട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി. പ്രിയപ്പെട്ട ഫൈസൽ എളേറ്റിൽ സാറിന് മാപ്പിളപ്പാട്ടിൻ്റെ അനന്തമായ വീതികളിലേക്ക് പാടിയും പറഞ്ഞും ശ്രോതാക്കൾക്ക് പുതിയ വഴി തുറന്നു കൊടുത്ത ഫൈസൽ സാറിന് താനൂർ ഹെറിറ്റേജ് കാർണിവൽ നൽകുന്ന സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഉസ്താദ് അബ്ദുൾ റഷീദ് ഫൈലി ചുങ്കത്തറയെ സ്വീകരിക്കാൻ ഫൈസൽ സാറിനെയും സ്നേഹാദരവുകളോട് ക്ഷണിക്കുന്നു.